ഹായ്, ഞാൻ ഡോക്ടർ മുഹമ്മദ് സാലി കേവി. മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയിൽ പ്രീതിസിന് എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഡോക്ടർ സാലിസ് ഹെൽത്ത് കെയർ ഹോമിയോ സ്പെഷ്യാലിറ്റി ക്ലിനിക് ആൻഡ് കൗൺസിലിംഗ് സെന്റർ. അവിടുത്തെ ചീഫ് ഫിസിഷ്യനാണ്. ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് അലർജി. പല രൂപത്തിൽ പല ആൾക്കാർക്ക് ഈ അലർജി ഉണ്ട്. പല ആൾക്കാർ ഇത് അലർജിയാണെന്ന് പോലും തിരിച്ചറിയാതെ പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എടുക്കാറുണ്ട്. നമ്മുടെ ഇവിടെ ക്ലിനിക്കിൽ ഒരുപാട് അലർജി പേഷ്യൻസ് വരാറുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ചികിത്സയിൽ തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നല്ല രീതിയിൽ അവരുടെ അലർജി ശാശ്വതമായിട്ട് മാറിയിട്ട് നല്ല സന്തോഷപൂർവ്വം ഇവിടെ മടങ്ങാറുണ്ട്. പല രീതിയിൽ നമുക്ക് അലർജി കാണപ്പെടും. നമ്മൾ സ്കിന്നിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലൊരു അലർജി ആവാം, ഇടവിട്ടുള്ള പനി, ഇടവിട്ടുള്ള തുമ്മൽ, കണ്ടിന്യൂസ് ആയുള്ള ചുമ, ഇതെല്ലാം ഒരു അലർജിയുടെ ഭാഗമാണ്. ഒന്നും വേണ്ട, നമുക്ക് വിട്ടുമാറാത്ത താരം, അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള സ്കിൻസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒരു അലർജിയുടെ ഒരു ഭാഗമാണ്. പല ആൾക്കാരും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളൂ. നമ്മളുടെ രോഗപ്രതിരോധ ശേഷി വളരെയധികം കുറയുകയും നമ്മൾ ബ്ലഡിലുള്ള ഈസ്നോഫിൽസ് കൂടുകയും ചെയ്യുന്ന ഒരു തരം കണ്ടീഷനാണ് അലർജി. നമുക്ക് പരിപൂർണമായിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. എൻ്റെ ഒരു അനുഭവത്തിൽ ഈ അടുത്തുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കൊല്ലം ജില്ലയിലെ ഒരു പേഷ്യന്റ്, അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് പനിയും അതുപോലെ തന്നെ ചുമയും, അവർക്ക് ഉറങ്ങാൻ പോലും, ഒരു പോളെ കണ്ണടക്കാൻ പോലും പറ്റാത്തൊരു ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർ ഇവിടെ വരികയും അവർ നമ്മുടെ ട്രീറ്റ്മെന്റ് എടുക്കുകയും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ, അധികം മാസങ്ങളൊന്നുമല്ല, വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ബുദ്ധിമുട്ട് മാറ്റാൻ സാധിക്കുകയും അവർ സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്തു. അവരുടെ ഒരു അനുഭവം ഇതാ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കും. എൻ്റെ സ്ഥലം കൊല്ലമാണ്. ഞാൻ ഒരു വർഷം കൊണ്ട് കിടന്ന് അനുഭവിക്കുന്നതാണ് ചുമയും പനിയും വന്ന്. ഞാൻ ഒരുപാട് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചെങ്കിലും എനിക്കതിലൊന്നും ഫലം ഉണ്ടായില്ല. ഞാനിവിടെ കൊണ്ടോട്ടിയിൽ, എൻ്റെ ഭർത്താവ് ഇവിടെ കൊണ്ടോട്ടി കടയിലാണ് നിൽക്കുന്നത്. അവിടുന്ന് ഞാൻ അവിടെ അടുത്ത ഒരു ആശുപത്രി, ഹോമിയോ ആശുപത്രിയിൽ വന്ന് മരുന്ന് വാങ്ങിച്ച് കഴിച്ചത് എനിക്ക് ഒരുപാട് മാറ്റമാണ്. ഇപ്പോൾ എനിക്ക് ആ ചുമയോ പനിയോ വന്നിട്ടില്ല. എനിക്ക് ഒരുപാട് മാറ്റമാണ്. നിങ്ങൾ എന്നെപ്പോലുള്ളവരാണെങ്കിൽ, നിങ്ങളിലും പലരും ഉണ്ടെങ്കിൽ ഈ അസുഖമുള്ളവർ ആ മരുന്ന് വാങ്ങിച്ച്, ഈ ഹോമിയോ മരുന്ന് വാങ്ങിച്ച്, ഞാൻ ഈ കാർഡിനകത്ത് കാണിക്കുന്നതാണ് ആ ഡോക്ടറുടെ പേരും എല്ലാം, അത് വന്ന് മരുന്ന് വാങ്ങിച്ച് നിങ്ങൾ ആ അസുഖം മാറ്റണമെന്ന് എനിക്ക് വളരെ താഴ്മയായിട്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ്. എന്നെപ്പോലെ അനുഭവിക്കുന്ന പലരും കാണും. ഞാൻ ഒരു വർഷം കൊണ്ട് അനുഭവിക്കുന്നതാണ്. എൻ്റെ ജീവിതം തന്നെ ഞാൻ എടുക്കണമെന്ന് ആശിച്ചതാണ്. പക്ഷേ എല്ലാം ഈ ഡോക്ടർ മുഖേന അതെനിക്ക് മാറ്റി തന്നു. അതുകൊണ്ട് എല്ലാവരോടുമായിട്ട് ഞാൻ താഴ്മയായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ വെച്ചോണ്ടിരിക്കരുത്, ഡോക്ടറെ മുന്നിൽ വന്ന് കണ്ട് അസുഖങ്ങൾ മാറ്റണം. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ.